പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ശാലോം ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹപ്രദമാക്കാം. ലൂക്കയുടെ സുവിശേഷം 17-ാം അധ്യായം 3-ാം വാക്യം. നിങ്ങൾ ശ്രദ്ധയുള്ളവരായിരിക്കുവിൻ. നിന്റെ സഹോദരൻ തെറ്റ് ചെയ്താൽ അവനെ ശാസിക്കുക, പശ്ചാത്തപിച്ചാൽ അവനോട് ക്ഷമിക്കുക. പ്രിയമുള്ളവരെ, ഈ വചനത്തിലൂടെ ദൈവം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ശാസനയും ഉപദേശവും നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹമാക്കുന്ന ഘടകങ്ങളാണ്. ശാസിക്കാതിരുന്നാൽ, ഉപദേശിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതങ്ങൾ മറ്റുള്ളവർക്ക് അനുഗ്രഹമാവുകയില്ല. ശാസനയും ഉപദേശവും നമ്മൾ സ്വീകരിക്കാതിരുന്നാൽ നമ്മുടെ ജീവിതം അഭിവൃദ്ധിയിലും അനുഗ്രഹത്തിലും ഉയർത്തപ്പെടുകയില്ല എന്ന് തിരിച്ചറിയണം. ഇന്ന് മനുഷ്യന് ഏറ്റവും വെറുപ്പ് ഉപദേശമാണ്. ഉപദേശം കേൾക്കുമ്പോൾ തന്നെ വല്ലാത്ത അസ്വസ്ഥതയാണ് മനുഷ്യ ജീവിതങ്ങളിൽ. മാതാപിതാക്കൾ സ്നേഹത്തോടെ മക്കൾക്ക് ഉപദേശം നൽകാൻ ആഗ്രഹിക്കുമ്പോൾ മറുതലിക്കുന്ന മക്കളെയാണ് കാണുന്നത്. ശാസിക്കുന്ന മാതാപിതാക്കളെ മക്കൾക്ക് വളരെ വെറുപ്പാണ്. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? കാരണം പിശാചിനറിയാം, ഉപദേശവും ശാസനയും ഒരു വ്യക്തി എതിർത്താൽ, അതിനോട് മറുതലിച്ച് നിന്നാൽ ആ വ്യക്തിയെ തകർക്കുവാനായിട്ട് എളുപ്പമാണ്. പിശാചിനെ പിടിക്കാനായിട്ട് സാധിക്കും. പിശാച് നിൻ്റെ ജീവിതത്തിൽ തിന്മയുടെ അന്ധകാര ശക്തികൾ നിൻ്റെ ജീവിതത്തെ തകർക്കാതിരിക്കണമെങ്കിൽ ഈ ഭൂമിയിലെ ജീവിതത്തിൽ ദൈവം നൽകുന്ന വ്യക്തികൾ തരുന്ന ഉപദേശവും ശാസനയും അത് തുറന്ന മനസ്സോടെ തുറവിയോടുകൂടി സ്വീകരിക്കാനായിട്ട് തയ്യാറാകണം. മാതാപിതാക്കൾക്ക് ദൈവം കൊടുത്ത അധികാരമാണ് മക്കളെ ഉപദേശിക്കുക, ശാസിക്കുക. അതവർ കൃത്യതയോടെ നിർവഹിക്കണം. മക്കളുടെ കടമയാണ്. മക്കൾ പാലിക്കേണ്ട ഒരു നിയമമാണ് മാതാപിതാക്കളുടെ ഉപദേശവും ശാസനയും സ്വീകരിക്കുക എന്നത്. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ മക്കൾക്ക് അല്പം ഒന്ന് സംസാരിക്കുവാനും സ്വയം കാര്യങ്ങൾ ചെയ്യാനും ഉള്ള അവസ്ഥ എത്തിക്കഴിയുമ്പോൾ ശാസനയും ഉപദേശവും അവർക്ക് സ്വീകരിക്കാനായിട്ട് മടിയാണ്. അതിനോട് മറുതലിക്കുന്ന സ്വഭാവം. അതുകൊണ്ട് തന്നെ ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ, സാമൂഹിക ബന്ധങ്ങളിൽ, അതുപോലെ ആധ്യാത്മിക മേഖലകളിൽ പോലും തകർച്ചകൾ കടന്നു വരുവാൻ കാരണം ഒരു വ്യക്തി അവനായിരിക്കുന്ന ഇടങ്ങളിൽ ലഭിക്കുന്ന ഉപദേശവും ശാസനയെയും അവഗണിക്കുന്നതാണെന്ന് കാണാനായിട്ട് സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 10-ാം അധ്യായം 17-ാം വാക്യത്തിലെ വചനം പഠിപ്പിക്കുന്നു, പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയാണ്, ശാസന നിരസിക്കുന്നവൻ വഴി പിഴയ്ക്കുന്നു. പ്രബോധനത്തെ ആദരിക്കുന്നവൻ ജീവനിലേക്കുള്ള പാതയിലാണ്, ശാസന നിരസിക്കുന്നവൻ വഴി പിഴയ്ക്കുന്നു. ഇന്ന് പല കുട്ടികളും മാതാപിതാക്കളുടെ ശാസനയെ നിരസിച്ചതുകൊണ്ട് ഇന്ന് വഴിപിഴച്ച അവസ്ഥയിൽ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട യുവത്വത്തിൻ്റെ തകർച്ചയിൽ ജീവിക്കുന്നവർ കാണാൻ പറ്റും. അവരുടെയൊക്കെ ജീവിതങ്ങൾ ഇന്ന് പരാജയത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്നവർ, അവരോട് ആത്മാർത്ഥതയോടെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ, അവരുടെ ജീവിതത്തെ പരിശോധിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അവർ തന്നെ അവരുടെ ജീവിതത്തെ ഒന്ന് ആത്മാർത്ഥതയോടെ പരിശോധിക്കുകയാണെങ്കിൽ അവർക്ക് തിരിച്ചറിയുവാൻ, കണ്ടെത്തുവാൻ കഴിയുന്ന ഒരു വലിയ സത്യമുണ്ട്. ജീവിതത്തിൻ്റെ നല്ല നാളുകളിൽ അവർ ഉപദേശത്തെയും ശാസനത്തെയും വെറുത്തു. ദൈവം അവർക്ക് നൽകിയ ഉപദേശവും ശാസനയും അതൊരു പക്ഷേ മാതാപിതാക്കളിലൂടെയാകാം, അധ്യാപകരിലൂടെയാകാം, ആധ്യാത്മിക തലങ്ങളിൽ നിൽക്കുന്ന വ്യക്തിത്വങ്ങളിലൂടെയാകാം. ദൈവം അവർക്ക് കൊടുത്ത ഉപദേശത്തെയും ശാസനത്തെയും അവർ നിഷേധിച്ചതുകൊണ്ട്, അതിനോട് മറുതലിച്ചതുകൊണ്ടാണ് ഇന്ന് ഈ തകർച്ചയുടെ, നിരാശയുടെ, കുറ്റബോധത്തിൻ്റെ പടുകുഴിയിൽ വീണ് കിടക്കുന്നതെന്ന് അവർക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. സുഭാഷിതങ്ങളുടെ പുസ്തകം 12:1 പറയുന്നത്, ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത്, ശാസന വെറുക്കുന്നവൻ മൂഢനത്രേ. പ്രിയമുള്ളവരെ, ഏത് തലങ്ങളിലായിക്കൊള്ളട്ടെ, നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഉപദേശവും ശാസനയും സ്വീകരിക്കുവാനായിട്ടുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഉള്ള ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. ഏത് തലങ്ങളിലുള്ള വ്യക്തിയായാലും അവന് ഉപദേശവും ശാസനയും ഏതെങ്കിലുമൊക്കെ രീതിയിൽ സ്വീകരിക്കേണ്ട ഒരു സാധ്യതയുണ്ട്. ഏത് വ്യക്തിയുടെ ജീവിതത്തിലും, അവൻ ഏത് ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന വ്യക്തിയായാലും ശാസനയും ഉപദേശവും ലഭിക്കുന്നില്ലെങ്കിൽ, അത് സ്വീകരിക്കുന്നില്ലെങ്കിൽ പരാജയത്തിൽ ചെന്ന് വീഴും. കാരണം വചനത്തിലൂടെ ദൈവം നമുക്ക് ശാസനയും ഉപദേശവും നൽകുന്നുണ്ട്. ദൈവവചനം ശാസനയ്ക്കും ഉപദേശത്തിനും തെറ്റുതിരുത്തലിനും ഉള്ളതാണെന്ന് വചനം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് സ്വീകരിക്കുവാൻ തയ്യാറായാൽ അഭിവൃദ്ധി ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും.
അതിനോട് മറുതലിക്കുകയാണെങ്കിൽ ജീവിതം പരാജയത്തിലും നിരാശയിലും തകർച്ചയിലും വീഴും. സുഭാഷിതങ്ങൾ 27:5-6 വാക്യങ്ങൾ ഇപ്രകാരമാണ്: തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തേക്കാൾ മെച്ചം. സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തമാണ്. ശത്രുവാകട്ടെ നിന്നെ തെരുതെരെ ചുംബിക്കുക മാത്രം ചെയ്യും. പ്രിയമുള്ളവരെ, കുറവുകൾ കുറ്റങ്ങൾ കാണുമ്പോൾ ചിലർ ഉപദേശിക്കും, ശാസിക്കും. അത് യഥാർത്ഥ സ്നേഹമാണ്. അത് യഥാർത്ഥ സ്നേഹമാണ്. എന്നാൽ കുറവുകളും കുറ്റങ്ങളും കാണുമ്പോഴും അതിൻ്റെ നേരെ കണ്ണടച്ചിട്ട് സാരമില്ല എന്ന് പറയുമ്പോൾ അത് നിൻ്റെ ഏറ്റവും വലിയ ശത്രുവാണെന്ന് തിരിച്ചറിയണം. ഒരുപക്ഷെ അത് ഇന്ന് നീ തിരിച്ചറിയില്ല. ഇന്ന് നിനക്ക് ശത്രുവായിട്ട് വരുന്നത് ആരാ? ഉപദേശം തരുന്ന വ്യക്തിയും ശാസന തരുന്ന വ്യക്തിയെയും നീ ശത്രുവായിട്ട് കാണും. എന്നാൽ യഥാർത്ഥത്തിൽ അവരെ നീ ശത്രുവായിട്ട് കാണാൻ പാടില്ല. അവരെ നീ സ്നേഹിക്കണം, അവരെ ഉൾക്കൊള്ളണം. അവർ പറയുന്ന ശാസനത്തിലോ ഉപദേശത്തിലോ എന്തെങ്കിലും തിരുത്താനുണ്ടോ എന്ന് ആത്മപരിശോധന ചെയ്ത് ജീവിതത്തെ അനുഗ്രഹമാക്കാനായിട്ട് നീ തയ്യാറാകാതെ ആ ശാസനത്തെയും ഉപദേശത്തെയും ഒരു ശത്രുതാ മനോഭാവത്തോടെ കണ്ടുകൊണ്ട് അവരെ വെറുത്താൽ അത് നിൻ്റെ ജീവിതത്തെ, നല്ല നാളുകളെ തകർക്കാനായിട്ട് ഇടയാകുമെന്ന് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, കാരണം ഒരു സ്ഥലത്ത് വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയം കുറേ ചെറുപ്പക്കാർ എപ്പോഴും പുറത്ത് നിന്ന് സംസാരിക്കും. അവർ വിശുദ്ധ കുർബാനയിൽ വരുന്നതാണ് പങ്കെടുക്കാനായിട്ട്. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത്. പള്ളിയിലേക്ക് എത്തിച്ചേരും. പള്ളിയുടെ ഏതെങ്കിലും കോമ്പൗണ്ടിൻ്റെ അവിടെ നിന്ന് മൊബൈൽ ഫോണുമായിട്ട് ഉപയോഗിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണമെന്നുള്ള ആ താല്പര്യം പോലും ഇല്ലാതെ നിൽക്കുന്ന ചെറുപ്പക്കാരെ വൈദികൻ പല ആവർത്തി കണ്ട് ഒരു വേള ഈ വൈദികൻ അവരുടെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഇത് ചെയ്യുന്നത് ശരിയല്ല, ദൈവത്തിനെതിരെ എടുക്കുന്ന പ്രവൃത്തിയാണ്. വിശുദ്ധ കുർബാനയുടെ സമയത്ത് നിങ്ങൾ ഭക്തിയോടെ പങ്കെടുക്കണം. നല്ല ഉപദേശങ്ങൾ കൊടുത്തു. ചിലരെ വൈദികൻ ശാസിച്ചു. എന്നാൽ കുറച്ച് പേരെന്ത് ചെയ്തു? അത് ആ ശാസനയെയും ഉപദേശത്തെയും സ്വീകരിച്ച് അടുത്ത ദിവസം മുതൽ പള്ളിക്കകത്ത് കയറാൻ തുടങ്ങി. പള്ളിയുടെ അകത്ത് നിന്ന് വിശുദ്ധ കുർബാന പങ്കെടുക്കുവാനും പ്രാർത്ഥിക്കാനും തുടങ്ങി. എന്നാൽ അവരിൽ ചിലർ വൈദികനോടുള്ള വെറുപ്പ് വെച്ചുകൊണ്ട് വൈദികനെ കുറ്റപ്പെടുത്തി, ഞങ്ങളുടെ ഈ സ്വാതന്ത്ര്യത്തെ വൈദികൻ അത് നിഷേധിക്കുകയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിൽക്കും എന്നുള്ള അഹങ്കാര ചിന്തയോടെ അവർ പള്ളിയിൽ വരാതായി. പള്ളിയിൽ നിന്ന് അവർ അകന്നു. പ്രിയമുള്ളവരെ, നാളുകൾ കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പള്ളിക്കകത്ത് ഈ ഉപദേശവും ശാസനയും കേട്ട് ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ചെറുപ്പക്കാരുടെയൊക്കെ ഭാവിയും ജീവിതവും ദൈവം അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞു. എന്നാൽ ദൈവത്തെ തള്ളിപ്പറഞ്ഞ് ആ വൈദികനോടുള്ള എതിർപ്പ് മൂലം പള്ളിയിൽ വരാതെ പിന്നെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട് തകർന്ന് തരിപ്പണമായ അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന ചിലരുടെ യുവാക്കളുടെ ജീവിതം അത് നമുക്കൊരു പാഠമാണ്. ശാസന വെറുത്താൽ ഇതുപോലുള്ള തകർച്ചകൾ വരും. സുഭാഷിതങ്ങളുടെ പുസ്തകം 28:23 മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിപാത്രമാവുക. മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിപാത്രനാവുക. പ്രിയമുള്ളവരെ, ഈ ചെറുപ്പക്കാർ അവരെ അന്ന് ശാസിച്ച വൈദികനോട് പിന്നെ അവർക്ക് വളരെ സ്നേഹം തോന്നി. കാരണം എന്താണ്? അന്ന് ആ ശാസനയും ഉപദേശവും കിട്ടി. ദേവാലയത്തിൻ്റെ അകത്ത് കയറി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അവരുടെ ജീവിതങ്ങൾ കൂടുതൽ അനുഗ്രഹമായി മാറി. അവർ വലിയ വലിയ നിലകളിലെത്തി. പിന്നെ അവർ തിരിഞ്ഞു നോക്കിയിട്ട് അവർക്ക് പറയാനുള്ളത് അന്ന് തങ്ങളെ ശാസിച്ച ആ വൈദികൻ്റെ ആ സ്നേഹവും ആ വൈദികൻ്റെ ആ മനസ്സുമാണ് തങ്ങളെ ഈ നല്ല നിലയിലെത്തിച്ചതെന്ന് അവർ പങ്കുവയ്ക്കാനായിട്ട് തുടങ്ങി. പലപ്പോഴും നമ്മൾ ഇന്ന് ഒരു വേദനയായിട്ട് തോന്നുമായിരിക്കാം ഉപദേശവും ശാസനയും. പക്ഷേ അത് നമ്മൾ പോസിറ്റീവായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ഭാവി ജീവിതത്തിൽ വർഷങ്ങൾ കഴിയുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അതാണ് നമുക്ക് അനുഗ്രഹത്തിന് കാരണമായി മാറിയതെന്ന് നമ്മൾ തിരിച്ചറിയും. ഇന്ന് അജ്ഞത കൊണ്ട് നമുക്ക് മനസ്സിലാവുകയില്ല. ഇന്ന് നമ്മുടെ ഉള്ളിലിരിക്കുന്ന അജ്ഞതയാണ് ഉപദേശത്തെയും ശാസനത്തെയും വെറുക്കുവാനും അതിനെതിരെ മറുതലിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത്, നമ്മളെ നിർബന്ധിക്കുന്നത്. അത് പിശാചിൻ്റെ ബന്ധനമാണ്. അജ്ഞത പിശാചിൻ്റെ ബന്ധനമാണ്. അറിവ് അറിയേണ്ടത് അറിയുന്നവനെയാണ്. ദൈവത്തെ അറിയുന്നവൻ, ദൈവത്തെ സ്നേഹിക്കുന്നവൻ ഉപദേശവും ശാസനയും സ്വീകരിക്കും. ദൈവത്തിനെതിരെ മറുതലിക്കുന്നവനാണ് ഉപദേശവും ശാസനയും ലംഘിക്കുന്നത്, നിഷേധിക്കുന്നത്. സുഭാഷിതങ്ങളിൽ 12-ാം അധ്യായം 1 പറയുക, ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത്, ശാസന വെറുക്കുന്നവൻ മൂഢനത്രേ. ശാസന വെറുക്കുന്നവൻ മൂഢനത്രേ. ഇന്ന് ഈ തിരുവചനം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സഹോദര സഹോദരി, നീ ഉപദേശത്തെയും ശാസനയെയും വെറുക്കുന്ന വ്യക്തിയാണോ? ഉപദേശം തരുന്നവരെയും ശാസന തരുന്നവരെയും
അത് നീ സ്വീകരിക്കാതെ അവരെ വെറുക്കുകയാണെങ്കിൽ നീ മൂഢനാണെന്നാണ് വചനം പഠിപ്പിക്കുന്നത്. തെസ്സലോനിയക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 14 വചനം പറയും, അലസരെ ശാസിക്കുവിൻ. കാരണം അലസരെ ശാസിക്കണം. അലസതയിൽ അടിമപ്പെട്ട് ജീവിക്കുന്നവരെ നമ്മൾ ശാസിക്കണം. ആ അലസതയിൽ നിന്ന് മാറി കർമ്മനിരതനാവുക, പ്രവർത്തനനിരതനാവുക. അലസതയിൽ ഒന്നും ചെയ്യാതെ, പ്രാർത്ഥിക്കാതെ, വചനം വായിക്കാതെ, ഉത്തരവാദിത്വങ്ങൾ നിർവഹിക്കാതെ, പഠിക്കാതെ അലസതയിൽ ജീവിക്കുകയാണെങ്കിൽ, 24 മണിക്കൂറും ടി വിയുടെ മുമ്പിലിരുന്ന് അലസതയോടെ ജീവിതം തള്ളി നീക്കുകയാണെങ്കിൽ അത് തെറ്റാണ്. അത് ശാസിക്കണം. അതല്ലാതെ അയ്യോ ഞാനത് പറഞ്ഞാൽ അവനെന്ത് വരും, അല്ലെങ്കിൽ ഞാനിങ്ങനെ ശാസിച്ചാൽ അവനിനി എന്നോട് വിഷമം തോന്നില്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ശാസിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് കൊടുക്കേണ്ടി വരും. ഒരു ചെറിയ നേട്ടത്തിന് വേണ്ടി, ചെറിയ നന്മയ്ക്ക് വേണ്ടി നമ്മൾ ഉപദേശത്തെയും ശാസനയെയും അവഗണിച്ചു കഴിഞ്ഞാൽ കർത്താവിൻ്റെ മുമ്പിൽ വലിയ വില കൊടുക്കേണ്ടതായിട്ട് വരുമെന്ന് വചനം പറയുകയാണ്. ജോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17, ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്, സർവശക്തൻ്റെ ശാസനത്തെ അവഗണിക്കരുത്. കാരണം സർവശക്തൻ്റെ ശാസനയെ അവഗണിക്കരുത്. ദൈവം ശാസിക്കുന്നവൻ ഭാഗ്യവാനാണ്. അസീസിലെ ഫ്രാൻസിസിൻ്റെ ജീവിതത്തിൽ ഒരു സംഭവം നമുക്ക് കാണാനായിട്ട് പറ്റും. ഫ്രാൻസിസും ലെയോയും കൂടെ ഒരു ദിവസം വയൽ വരമ്പിലൂടെ നടന്നു പോവുകയാണ്. അസീസിലെ ഫ്രാൻസിസ് വിശുദ്ധനാണ്. അസീസിലെ ഫ്രാൻസിസിനെ എല്ലാവർക്കും അറിയാം. എന്നാൽ ഒരു കർഷകൻ, വയലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു കർഷകൻ ഈ ഫ്രാൻസിസും ലെയോയും പോകുന്നത് കണ്ട് ഫ്രാൻസിസിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നീ വലിയ വിശുദ്ധനാണെന്നൊക്കെയാണല്ലോ പറയുന്നത്, നന്നായി ജീവിച്ചാൽ നിനക്ക് കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ശാസന കൊടുക്കുന്ന രീതിയിൽ ഈ കർഷകൻ ഫ്രാൻസിസിനോട് സംസാരിച്ചു. ഫ്രാൻസിസിന് വേണമെങ്കിൽ 2 രീതിയിലെടുക്കാം. കാരണം ഈ കർഷകൻ എന്നെക്കുറിച്ച് ഒരു അറിവില്ലാത്തവനായിരിക്കാം, അല്ലെങ്കിൽ ഞാൻ നല്ല വിശുദ്ധിയുടെ ജീവിതം നയിക്കുന്നതാണ്, എല്ലാവരും എന്നെ വിശുദ്ധനെന്ന് പറയുന്നുണ്ട്, എന്നിട്ടും ഈ കർഷകൻ വന്ന് എൻ്റെ നേരെ കോപിച്ചുകൊണ്ട് ശാസിച്ച് സംസാരിക്കുകയാണോ? അദ്ദേഹത്തിന് വേണമെങ്കിൽ ചോദിക്കാം, നീ ആരാടാ എന്നെ ഉപദേശിക്കാനും ശാസിക്കാനും? കാരണം വിശുദ്ധിയുടെ നല്ല തലത്തിൽ നിൽക്കുക അസീസിലെ ഫ്രാൻസിസ്. ലെയോ പോലെ അത്ഭുതപ്പെട്ടുപോയി. ലെയോയ്ക്ക് വല്ലാത്ത വിഷമമായി. കാരണം താൻ വിശുദ്ധനെന്ന് കരുതുന്ന 2-ാം ക്രിസ്തുവെന്ന് ലോകം ആദരിക്കുവാൻ തക്കവിധം വിശുദ്ധിയിൽ നിലനിൽക്കുന്ന അസീസിലെ ഫ്രാൻസിസിനോട് ഈ കർഷകൻ എന്താണ് ഇങ്ങനെ ശാസനാപൂർവം ഒരു ഉപദേശം കൊടുക്കുക? ലിയോയുടെ മനസ്സിൽ അതായിരുന്നു. എന്നാൽ ഫ്രാൻസിസ് പുഞ്ചിരിച്ചുകൊണ്ട് ആ കർഷകനോട് സ്നേഹത്തോടെ ഒരു പുഞ്ചിരി കൊടുത്തു. അതിനുശേഷം ഫ്രാൻസിസ് ലെയോട് പറയുകയാണ്, ദൈവം വയലിൽ നിന്ന് എൻ്റെ അരികിൽ വന്ന് എന്നെ ശാസിച്ചിട്ട് പോകുന്നു. ദൈവം ഇതാ എന്നെ ശാസിച്ചിട്ട് പോകുന്നു എന്നാണ് ഫ്രാൻസിസ് അത് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ഇതേ മനോഭാവം നമ്മുടെ വ്യക്തി ജീവിതങ്ങളിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഉയരുവാനായിട്ട് സാധിക്കും. എല്ലാ മേഖലകളിലും നമുക്ക് ഉയരാനായിട്ട് പറ്റും. കാരണം ദൈവത്തിൻ്റെ ശാസനയെ ദൈവം ശാസിച്ചാൽ അത് നമ്മൾ അവഗണിക്കാനായിട്ട് പാടില്ല. ഒരുപക്ഷെ മാതാപിതാക്കളിലൂടെയാകാം, ഗുരുഭൂതന്മാരിലൂടെയാകാം, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ മുതിർന്ന വ്യക്തികളിലൂടെയൊക്കെ ദൈവം നമ്മളെ ശാസിക്കുന്നുണ്ട്. അത് ദൈവത്തിൻ്റെ ശാസനയായി നമ്മൾ സ്വീകരിച്ചാൽ അത് നമ്മളെ ഉയർത്തും. മറിച്ച് നമ്മൾ ആ വ്യക്തികളെ വെറുത്താൽ അത് നമ്മളെ തകർക്കുമെന്ന് കൂടി തിരിച്ചറിയണം. സുഭാഷിതങ്ങൾ 3:11, കർത്താവിൻ്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നുകയുമരുത്. ഒരുപക്ഷെ ചില കുട്ടികളൊക്കെ പറയും, ഈ അപ്പനും അമ്മയും ഞങ്ങളെ എപ്പോഴും ശാസിക്കുക, ഈ അപ്പനും അമ്മയും ഞങ്ങൾക്ക് എപ്പോഴും ഉപദേശമേ തരൂ, ഈ ഉപദേശവും ശാസനയും കേട്ട് ഞങ്ങൾ മടുത്തു എന്ന് പറയുന്ന കുട്ടികൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ടില്ല, ദൈവത്തെ സ്നേഹിക്കുന്നവരല്ല. അവരവരുടെ ഭാവിയെ ഗൗരവമായി എടുക്കാത്തവരാണ്. കാരണം ചെറിയ സുഖങ്ങൾക്ക് വേണ്ടി, ചെറിയ സൗഹൃദങ്ങൾക്ക് വേണ്ടി, സന്തോഷത്തിന് വേണ്ടിയൊക്കെ അവരുടെ നല്ല ജീവിതത്തെ അവർ തകർക്കുന്നവരായി മാറും. തകരുവാനായിട്ട് അത് കാരണമാകും. എന്നാൽ മാതാപിതാക്കളുടെ ഉപദേശവും ശാസനയും അത് മടുപ്പില്ലാതെ, അതിനോട് മടുപ്പ് തോന്നാതെ അതിനെ ഗൗരവമായിട്ടെടുത്താൽ ദൈവം നിന്നെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കും. അവരിലൂടെ ദൈവം നിന്നെ അനുഗ്രഹിക്കും. സുഭാഷിതങ്ങൾ 6:23, എന്നാൽ കൽപ്പന ദീപവും ഉപദേശം പ്രകാശവുമാണ്, ശിക്ഷണത്തിൻ്റെ ശാസനയാകട്ടെ ജീവൻ്റെ മാർഗവും. പ്രഭാഷകൻ 21:6 പറയുക, ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്. ശാസന വെറുക്കുന്നവൻ പാപികളുടെ വഴിയിലാണ്. ചില മാതാപിതാക്കളൊക്കെ കുട്ടികളുടെ ആ കുഞ്ഞു പ്രായത്തിൽ കൊടുക്കേണ്ട ശാസനയും ഉപദേശമൊന്നും കൊടുക്കാതെ മടിച്ചു നിൽക്കും. കാരണം കുട്ടി ചെയ്യുന്ന തെറ്റാണെന്നറിയാം, എങ്കിലും കുട്ടിയെ വിഷമിപ്പിക്കേണ്ട, വേദനിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് ശാസിക്കാതെ ഉപദേശിക്കാതിരുന്നാൽ ആ കുഞ്ഞ് വളർന്നു കഴിയുമ്പോൾ
കുട്ടി ചെയ്യുന്ന വലിയ വലിയ കുറവുകൾ കുറ്റങ്ങൾ കണ്ട് നീ ശാസിക്കാൻ തുടങ്ങിയാൽ കുട്ടി മറുതലിക്കാൻ തുടങ്ങും. ഏതാനും നാളുകൾക്ക് മുമ്പ് വിഷമിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടായി. ഒരു +2 പഠിക്കുന്ന പെൺകുട്ടി പെട്ടെന്ന് സൂയിസൈഡ് ചെയ്തു. വീട്ടിൽ അവൾ ഫാനിൽ കെട്ടി തൂങ്ങി ചത്തു. ഇത് വല്ലാത്ത വിഷമമായി. മാതാപിതാക്കൾ വളരെ സ്നേഹത്തോടെ വളർത്തിയ കുട്ടിയാണ്. 2 പെൺമക്കളിലെ മൂത്ത കുട്ടി ഇത് ചെയ്തു കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ വല്ലാത്തൊരു വേദന. അവസാനം ഈ അമ്മയും ഈ ഇളയ കുഞ്ഞും കൗൺസിലിങ്ങിനായിട്ട് വരികയാണ്. കൗൺസിലിങ്ങിന് വന്നിട്ട് അവരവരുടെ വേദന അറിയിക്കുകയാണ് വൈദികനോട്. അവർ പറഞ്ഞു, കാരണം മൂത്ത കുട്ടിയെ അവരെല്ലാം സ്നേഹം കൊടുത്തു. കാരണം ഈ കുട്ടി എത്രമാത്രം ഞങ്ങൾ മാതാപിതാക്കൾ സ്നേഹിക്കുന്നതെന്ന് അറിയാനായിട്ട് ഈ കുഞ്ഞ് വളരുന്ന ഓരോ കാലഘട്ടത്തിലും ഓരോ ഫോട്ടോയൊക്കെ എടുത്ത് മാതാപിതാക്കൾ ഒത്തിരി സ്നേഹവും എല്ലാം അവൾ ചോദിക്കുന്നതൊക്കെ കൊടുക്കുമായിരുന്നു. വളരെ സ്നേഹത്തോടെയാണ് എല്ലാം. എന്ത് ചോദിച്ചാലും ഉടനെ കൊടുക്കും. ഒന്നും ശാസന കൊടുക്കില്ല, ഉപദേശം കൊടുക്കില്ല. ഉപദേശവും ശാസനയും അവഗണിച്ച് സ്നേഹം മാത്രം കൊടുത്തു വളർത്തിയ കുഞ്ഞ് ഈ ഒരു തകർച്ചയിലെന്ന് വീഴാൻ കാരണമായതെന്ന് അവർ പിന്നെ തിരിച്ചറിഞ്ഞു. പ്രിയമുള്ളവരെ, സംഭവം എന്താണ്? ഈ കുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് കാരണം എന്താണ്? അവൾ മൊബൈൽ ഫോണുമായിട്ട് വല്ലാത്ത ചങ്ങാത്തം ഉണ്ടായി. കാരണം അവൾക്ക് മൊബൈൽ ഫോണാണ് ജീവൻ. അപ്പോൾ ഈ മൊബൈൽ ഫോൺ പിന്നെ ദുരുപയോഗമായിട്ട് മാറി. ഈ മൊബൈൽ ഫോൺ ദുരുപയോഗിക്കുന്നു എന്നറിഞ്ഞപ്പോൾ വിദേശത്തിരിക്കുന്ന അപ്പൻ വിളിച്ച് വീട്ടിൽ പറഞ്ഞു, മകൾക്ക് മൊബൈൽ ഫോൺ ഇനി ഉപയോഗിക്കാനായിട്ട് കൊടുക്കണ്ട, മൊബൈൽ ഫോണിനോട് നിയന്ത്രണം വേണം, അവൾ 10 മണി കഴിഞ്ഞിട്ടൊക്കെ അവൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് വിദേശത്തുള്ള അപ്പൻ വീട്ടിൽ ജീവിത പങ്കാളിയെ വിളിച്ച് പറഞ്ഞു, അവളുടെ കയ്യിലെ മൊബൈൽ ഫോൺ തിരിച്ചു വാങ്ങുക. പ്രിയമുള്ളവരെ, അമ്മ ഈ മൊബൈൽ ഫോൺ അവളിൽ നിന്ന് തിരിച്ചു വാങ്ങി. 10 മണിക്ക് ശേഷം നീ ഇനി മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞപ്പോൾ അവൾക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റിയില്ല. അവൾ ഈ വാശി തീർത്തത് അവളുടെ ജീവൻ നശിപ്പിച്ചുകൊണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്തുകൊണ്ട് അവൾ ഈ ഉപദേശത്തെ ധിക്കരിക്കാനായിട്ടിടയായി. ആദ്യ നാളിൽ ചെറുപ്രായത്തിൽ ഈ കുഞ്ഞിന് കൊടുക്കേണ്ട ഉപദേശവും ശിക്ഷണവും അല്പം വേദനയായി ആണെങ്കിൽ കൂടി അത് കൊടുത്തിരുന്നുവെങ്കിൽ പ്രിയമുള്ളവരെ, ഈ ഒരു തകർച്ച അവിടെ വന്നു ഭവിക്കാനായിട്ട് ഇടയാകുമായിരുന്നില്ല. ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നമ്മൾ കൊടുക്കേണ്ട ഉപദേശവും ശാസനയും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കാതെ സ്നേഹം മാത്രം കൊടുത്ത് വളർത്തുന്നത് കൊണ്ട് വലിയ തിന്മകൾ ചെയ്യുമ്പോൾ ഒന്ന് ശാസിച്ചാൽ, ഒന്ന് ഉപദേശം കൊടുത്താൽ കുട്ടികൾക്കത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. കൊടുക്കേണ്ട സമയത്ത് നമ്മൾ കൊടുക്കണം. ചെറുപ്രായത്തിൽ തന്നെ ഉപദേശവും ശാസനയും കൊടുക്കുവാനായിട്ട് ആ തലങ്ങളിലിരിക്കുന്നവർ ശ്രദ്ധിച്ചാൽ പല തകർച്ചകളെയും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. പ്രഭാഷകൻ്റെ പുസ്തകം 2-ാം അധ്യായം 14 ദുഷ്ടൻ ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. കാരണം ദുഷ്ടൻ എന്താണ്? ശാസന നിരസിക്കുകയും തന്നിഷ്ടം പോലെ തീരുമാനമെടുക്കുകയും ചെയ്യും. ആ തന്നിഷ്ടം തന്നെ തകർച്ചയ്ക്ക് കാരണമാകും. സുഭാഷിതങ്ങൾ 15:5 പറയുക, ഭോഷൻ പിതാവിൻ്റെ ഉപദേശം പുച്ഛിച്ച് തള്ളുന്നു, വിവേകി ശാസന ആദരിക്കുന്നു. ഒരു പിതാവിൻ്റെ ഉപദേശത്തെ പുച്ഛിച്ച് തള്ളുന്നത് യഥാർത്ഥത്തിൽ ഭോഷത്വമാണ് പിന്നെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത്. ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ വിദേശത്തായിരിക്കുന്ന ആ പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞതാ, 10 മണിക്ക് ശേഷം നീ ഇനി മൊബൈൽ ഫോൺ ഉപയോഗിക്കേണ്ട. അതൊരു ഉപദേശവും ശാസനയുമായിരുന്നു. അത് അവൾ സ്വീകരിച്ചിരുന്നെങ്കിൽ അവളുടെ ഭാവി ശോഭനമായി അനുഗ്രഹമായി മാറും. എന്നാൽ അവൾ അതിനെ പുച്ഛിച്ച് തള്ളി അതിനെതിരെ മറുതലിക്കാൻ തുടങ്ങിയപ്പോൾ അവളുടെ തന്നെ ജീവനെ അവൾ തകർക്കേണ്ട ആ തിന്മയിലേക്ക് അടിമപ്പെട്ടു പോയി. സുഭാഷിതങ്ങൾ 29:15 താണ്ഡനവും ശാസനവും ജ്ഞാനം പകർന്നു കൊടുക്കുന്നു. തന്നിഷ്ടത്തിന് വിട്ടിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തി വയ്ക്കുന്നു. തന്നിഷ്ടത്തിന് വിട്ടുകൊടുത്തിരിക്കുന്ന കുട്ടി അമ്മയ്ക്ക് അപമാനം വരുത്തി വയ്ക്കുന്നു. ഇന്ന് ചില മാതാപിതാക്കൾ കുട്ടികളെ ഒരിക്കലും ഉപദേശിക്കുകയോ ശാസിക്കില്ല. അവർ വല്ല അഭിമാനം പോലെയാണ് പറയുന്നത്, ഞാൻ എൻ്റെ കുട്ടിയെ ഉപദേശിക്കുകയോ ശാസിക്കുകയില്ല, അവൾ പഠിച്ച് വളർന്നോട്ടെ, അവൾക്ക് ബോധം വരുമ്പോൾ അവൾ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുകൊള്ളും. പക്ഷേ അതൊരു മൂഢമായ ചിന്തയാണ്. കാരണം അത് തെറ്റായ ഒരു ചിന്തയാണ്, കീഴ്വഴക്കമാണ്. ശാസിക്കേണ്ടിടത്ത് ശാസിക്കണം, ഉപദേശിക്കേണ്ടടുത്ത് ഉപദേശിക്കണം. അതല്ലാതെ കുട്ടി തനിയെ എല്ലാം മനസ്സിലാക്കിക്കൊള്ളും, കുട്ടിയെല്ലാം ബോധം വരുമ്പോൾ എല്ലാം പഠിച്ചുകൊള്ളും എന്ന് കരുതി ചെറുപ്രായത്തിൽ നീ ഉപദേശത്തെയും ശാസനത്തെയും ഗൗരവമായി നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ കൊടുക്കാതിരുന്നാൽ അതുമൂലം നിനക്ക് ദുഃഖിക്കേണ്ടി വരും. അമ്മ ആ കുഞ്ഞു മൂലം ദുഃഖിക്കുന്നത് പോലെ പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തകർച്ചകൾ വരാതിരിക്കണമെങ്കിൽ ഉപദേശത്തെയും ശാസനത്തെയും നമ്മൾ സ്വീകരിക്കുവാനും അത് കൊടുക്കേണ്ട ഇടങ്ങളിൽ കൊടുക്കുവാനും തയ്യാറാകണം. സഭാപ്രസംഗകൻ 7:5 ഭോഷൻ്റെ ഗാനം കേൾക്കുന്നതിനേക്കാൾ ജ്ഞാനിയുടെ ശാസനകൾ കേൾക്കുന്നതാണ് നല്ലത്. കാരണം ചില ഭോഷന്മാരെപ്പോഴും എന്ത് തിന്മ ചെയ്താലും കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും.
പക്ഷേ ജ്ഞാനി കാണുമ്പോൾ തെറ്റ് തന്നെ എന്ന് പറയും. പ്രഭാഷകൻ 11:7 നമ്മൾ ശാസിക്കുമ്പോൾ, ഉപദേശം കൊടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഒരു നിലപാട് കൂടെയുണ്ട്. അന്വേഷിച്ചറിയാതെ കുറ്റം ആരോപിക്കരുത്. ആദ്യം ആലോചന, പിന്നെ ശാസന. ഉപദേശവും ശാസനയും കൊടുക്കേണ്ട തലങ്ങളിൽ ഇരിക്കുന്ന വ്യക്തി ആദ്യം ആ ഉപദേശവും ശാസനയും കൊടുക്കുന്നതിന് മുമ്പേ കാര്യം അന്വേഷിച്ചറിയണം. കുറ്റം ആരോപിക്കുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ചൊന്ന് ആലോചന നടത്തണം. എന്നിട്ട് നമ്മൾ ഉപദേശവും ശാസനയും കൊടുത്താൽ അത് അവർ സ്വീകരിക്കും, അത് അനുഗ്രഹമായിട്ട് മാറും. അതോടൊപ്പം തന്നെ ഉപദേശവും ശാസനയും കൊടുക്കുമ്പോൾ സമയോചിതമായ ശാസന കൊടുക്കണം. ചിലയിടങ്ങളിൽ മൗനം അവലംബിക്കണം. ഒരു തെറ്റ് കാണുമ്പോൾ ഉടനടി പെട്ടെന്നല്ല പ്രതികരിക്കേണ്ടത്. ചിലയിടങ്ങളിൽ മൗനം പാലിക്കേണ്ടത് കാണും. അതിന് തക്ക സമയം വരുമ്പോൾ അത് സംസാരിക്കണം. മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഉപദേശവും ശാസനയും കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ അത് സ്വീകരിക്കില്ല. അപ്പോൾ അവിടെ മൗനമായിരിക്കണം. കുട്ടിയെ അല്ലെങ്കിൽ ഉപദേശവും ശാസനയും കൊടുക്കേണ്ട വ്യക്തിയെ വ്യക്തിപരമായി നേരിട്ട് കൊണ്ട് സ്നേഹത്തോടെ പറയുമ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കും. പ്രഭാഷകൻ 20:1 സമയോചിതമല്ലാത്ത ശാസനയുണ്ട്, മൗനം അവലംബിക്കുന്ന ബുദ്ധിമാനുമുണ്ട്. കാരണം ചില അവസരങ്ങളിൽ ശാസനയ്ക്ക് പകരം ചിലപ്പോൾ മൗനം അവലംബിക്കേണ്ടി വരും. ഒരു സമയമുണ്ട് പറയാനായിട്ട്, ആ സമയത്ത് പറയണം. അതല്ലാതെ എല്ലായിടത്തും കയറി ശാസനയും ഉപദേശവും കൊടുത്താൽ കുട്ടികളുടെ മനസ്സിനെ വേദനിക്കും. ആ ശാസനയും ഉപദേശവും സ്വീകരിക്കുന്ന വ്യക്തി ഒരുപക്ഷെ അത് മറുതലിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം എന്താണ്, ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ കൂടെ ബഹുമാനിച്ച് മാനിച്ചിട്ട് വേണം നമ്മൾ ഉപദേശവും ശാസനയും കൊടുക്കേണ്ടത്. സുഭാഷിതങ്ങൾ 13:1 വിവേകമുള്ള മകൻ പിതാവിൻ്റെ ഉപദേശം കേൾക്കുന്നു, പരിഹാസകൻ ശാസന അവഗണിക്കുന്നു. വീണ്ടും സുഭാഷിതങ്ങൾ 13:18 ഉപദേശം അവഗണിക്കുന്നവന് ദാരിദ്ര്യവും അപമാനവും നേരിടുന്നു, ശാസന ആദരിക്കുന്നവൻ ബഹുമാനിക്കപ്പെടുന്നു. നിൻ്റെ ചെറുപ്രായത്തിൽ നീ ഉപദേശവും ശാസനയും സ്വീകരിച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കലും അപമാനം നേരിടുകയില്ല. നിൻ്റെ ജീവിതത്തിലെ ഉപദേശവും ശാസനയും നീ സ്വീകരിച്ചാൽ നീ എപ്പോഴും ബഹുമാനിക്കപ്പെടുന്ന വ്യക്തിത്വത്തിന് ഉടമയായിട്ട് മാറും. പ്രിയമുള്ളവരെ, വിശുദ്ധ ലിഖിതമെല്ലാം ശാസനയ്ക്കും തെറ്റുതിരുത്തലിനുമുള്ളതാണ്. അത് നമ്മൾ സ്വീകരിക്കണം. നമ്മുടെ ജീവിതങ്ങളിൽ അത് അനുഗ്രഹമായിട്ട് മാറും. ഓരോ ദിവസവും നമ്മുടെ ജീവിതങ്ങളിൽ ഒരു പ്രാർത്ഥനയുണ്ടാകണം. സങ്കീർത്തനത്തിൽ 141 സങ്കീർത്തനം 5-ാം വാക്യം, എൻ്റെ നന്മയ്ക്ക് വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ, എന്നാൽ ദുഷ്ടരുടെ തൈലം എൻ്റെ ശിരസിനെ അഭിഷേകം ചെയ്യാൻ ഇടയാകാതിരിക്കട്ടെ. ഓരോ വ്യക്തിയും ആഗ്രഹത്തോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. ഉപദേശവും ശാസനയും സ്വീകരിക്കുവാനായിട്ടുള്ള മനസ്സോടെ നിലനിന്ന് ജീവിക്കുകയും ഒപ്പം ഈ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യണം ഓരോ ദിവസവും. അപ്പോൾ നമുക്ക് ദൈവം നമ്മുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി ഉപദേശവും ശാസനയും വ്യത്യസ്തങ്ങളായ തലങ്ങളിലൂടെ നമുക്ക് തരും. അത് നമ്മൾ സ്വീകരിക്കണം. അതിനോട് മറുതലിക്കരുത്, തെറ്റിദ്ധരിക്കരുത്. അത് തരുന്നവരെ വെറുക്കരുത്. ശാസനയും ഉപദേശവും നമുക്ക് നൽകുന്നത് ദൈവം തന്നെയാണ്. ദൈവമാണ് ഓരോ തലങ്ങളിലൂടെ നമുക്ക് ആവശ്യമായ ശാസനയും ഉപദേശവും നൽകുന്നത്. ആ ശാസനയും ഉപദേശവും ദൈവകരങ്ങളിൽ നിന്നാണെന്നുള്ള മനോഭാവത്തോടെ സ്വീകരിച്ചാൽ അത് നമ്മുടെ ജീവന് സംരക്ഷണവും നമ്മുടെ വ്യക്തി ജീവിതത്തിന് അഭിവൃദ്ധിയും ഉണ്ടാകും. നിത്യതയോളം എത്തുവോളം ഈ ഉപദേശവും ശാസനയും നമുക്ക് പാദത്തിന് വിളക്കും പാതയിൽ പ്രകാശവുമായി പ്രകാശിച്ചു നിൽക്കും. അതല്ലാതെ ഉപദേശവും ശാസനയും നമ്മൾ നിഷേധിച്ചുകൊണ്ട് അതിനെ വെറുത്തുകൊണ്ട് ജീവിച്ചാൽ നമ്മൾ അന്ധകാരത്തിലും പടുകുഴിയിലും ചെന്ന് വീഴാനായിട്ട് സാധ്യതകളേറെ. ഈ ദിനത്തിൽ നമുക്ക് ദൈവത്തോടൊരു തീരുമാനമെടുക്കാം, ദൈവത്തോട് വാക്ക് കൊടുക്കാം. സങ്കീർത്തൻ്റെ ഈ പ്രാർത്ഥനയോടൊപ്പം നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. എൻ്റെ നന്മയ്ക്ക് വേണ്ടി നീതിമാൻ എന്നെ പ്രഹരിക്കുകയോ ശാസിക്കുകയോ ചെയ്യട്ടെ, എന്നാൽ ദുഷ്ടരുടെ തൈലം എൻ്റെ ശിരസിനെ അഭിഷേകം ചെയ്യുവാൻ ഇടയാകാതിരിക്കട്ടെ. നമുക്ക് ദൈവം വ്യത്യസ്തങ്ങളായ തലങ്ങളിലൂടെ തരുന്ന ശാസനകളെയും ഉപദേശത്തെയും ഗൗരവമായി എടുത്ത് തിരുത്തേണ്ട മേഖലകൾ തിരുത്തി വിശുദ്ധിയുടെ ജീവിതത്തിന് നമുക്ക് ഉടമകളാക്കാം. നമ്മുടെ ജീവിതത്തെ അനുഗ്രഹമാക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, ഈ തിരുവചനത്തിലൂടെ ഉപദേശവും ശാസനയും മനുഷ്യജീവിതത്തിന് എത്രമാത്രം അനുഗ്രഹങ്ങളാണ്, നന്മകളാണ് നൽകുന്നതെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അനുദിന ജീവിതത്തിൽ കുറവുകളും കുറ്റങ്ങളും കാണുമ്പോൾ ഉപദേശിക്കുവാനും ശാസിക്കുവാനുമുള്ള ഞങ്ങളുടെ ഉത്തരവാദിത്വത്തെ ഗൗരവപൂർവ്വം നിർവഹിക്കുവാനും ഞങ്ങളുടെ ജീവിതങ്ങളിൽ മറ്റുള്ളവർ ഞങ്ങളെ ഉപദേശിക്കുകയും ശാസിക്കുകയും ചെയ്യുമ്പോൾ ആരെയും വെറുക്കാതെ അത് ദൈവകരങ്ങളിൽ നിന്നാണെന്നുള്ള ബോധ്യത്തോടെ സ്വീകരിച്ച് ഞങ്ങളുടെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ.